Coagulation. So coagulation നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ലയോഫോബിക് സോൾസിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു ഫാക്ടറാണ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസ് അഡ്സോർപ്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അവിടെ ലയോഫോബിക് സോൾസ് അത്രയ്ക്ക് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സെയിം സൈൻ ആയതുകൊണ്ട് അവരുടെ ഇടയ്ക്ക് റിപ്പൾസീവ് ഫോഴ്സസ് ഉണ്ട് വിച്ച് പ്രിവെന്റ് ദ പാർട്ടിക്കിൾസ് ഫ്രം അപ്രോച്ചിങ് സഫീഷ്യൻ്റ്ലി ക്ലോസർ ടു വൺ അനദർ ഓക്കെ ആൻഡ് they avoid them from forming bigger aggregates. Okay, so in case the charge is removed, particles can come closer to one another easily, and as a result they can form aggregate or flocculate and settle down under the influence of gravity, under the action of gravity. So അതിനെയാണ് നമ്മൾ coagulation എന്ന് പറയുന്നത്. So phenomenon of flocculation and settling down of discharged salt, they become discharged, salt particles become discharged because charge remove ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫെനോമിനൻ നടക്കുന്നത്. ആ ഒരു ഫെനോമിനെയാണ് നമ്മൾ coagulation or precipitation of colloids എന്ന് പറയുന്നത്. ഓക്കെ, സോ coagulation അല്ലെങ്കിൽ precipitation പലതരത്തിലുണ്ടാവാം. അതായത് അഡീഷൻ ഓഫ് സം ഇലക്ട്രോലൈറ്റ്സ്, പ്രസൻസ് ഓഫ് ട്രേസസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് എന്താണ് നമുക്ക് സ്റ്റെബിലിറ്റിക്ക് നെസസറിയാണ്. പക്ഷേ ഇഫ് എക്സസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കൊളോയിഡിൻ്റെ ചാർജ് ഓൺ ദ കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, ന്യൂട്രലൈസ് ചെയ്യുന്നു ബൈ ഓപ്പോസിറ്റ്ലി. കാരണം എന്താണ് കൊളോയിഡൽ പാർട്ടിക്കിൾസേ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജഡ് ആണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് ചാർജ്ഡ് ആനയോൺസ് അല്ലെങ്കിൽ കാറ്റയോൺസ് കാണും. സോ കാറ്റയോൺസ് പോസിറ്റീവ് ചാർജസ് അതിൽ കൂടി വന്നിട്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആയിപ്പോവും. കൊളോയിഡൽ പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇപ്പോൾ 50 നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ട്. നമ്മൾ എക്സസൈസ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് 50 എണ്ണം വന്നു കഴിഞ്ഞാൽ ദേ വിൽ ന്യൂട്രലൈസ്. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കാം, ചാർജ് റിമൂവ് ചെയ്യപ്പെടാം കൊളോയിഡൽ സിസ്റ്റത്തിൻ്റെ. അങ്ങനെ നമുക്ക് coagulation നടക്കാം. ഓക്കെ, the electrically neutral particles then aggregate and settle down as precipitate. Okay, from a study of precipitating action of various electrolytes on a particular sol, Hardy and Schulz formulated the following rules. അതിന് നമ്മൾ Hardy-Schulz rule എന്നാണ് പറയുന്നത്. Coagulation is caused by ion having opposite charge that of sol. സോളിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ coagulation നടക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അതേ അളവിൽ നെഗറ്റീവ് അയോൺസ് വരണം. ഇൻ കേസ് സോളിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആഡ് ചെയ്യുന്ന അയോൺസിന് എന്തായിരിക്കണം, അല്ലെങ്കിൽ വരുന്ന അയോൺസിന് എന്തായിരിക്കണം, നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. അങ്ങനാലേ coagulation നടക്കത്തുള്ളൂ. ഓക്കെ, അക്കോർഡിംഗ്ലി നെഗറ്റീവ് അയോൺ കോസ് coagulation ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ, പോസിറ്റീവ് അയോൺസ് കോസ് coagulation ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് സോൾസ്. ദാറ്റ്സ് ദ കേസ്. സോ ആർസനിക് സോൾ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് സോളാണ്, ആർസനിക് സൾഫൈഡിൻ്റെ, ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് coagulated ബൈ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ലൈക്ക് സോഡിയം അയോൺസ്. പക്ഷേ ഫെറിക് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് സോൾ ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് coagulated ബൈ നെഗറ്റീവ് അയോൺസ് ലൈക്ക് Cl-. ഓക്കെ, സോ coagulation കപ്പാസിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ത് ചെയ്യുന്നു, ആക്റ്റീവ് അയോണിൻ്റെ വാലൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വാലൻസി ഓഫ് ദ ആക്റ്റീവ് അയോൺ. ഓക്കെ, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എത്രത്തോളം വാലൻസി കൂടുതലാണോ, അയോണിൻ്റെ വാലൻസി എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം പ്രസിപ്പിറ്റേറ്റിംഗ് പവറും കൂടുതലായിരിക്കും. ഹയർ ദ വാലൻസി ഓഫ് അയോൺ, ഗ്രേറ്റർ ഈസ് ദ പ്രസിപ്പിറ്റേറ്റിംഗ് പവർ. സോ coagulation of negative sol of arsenic sulfide, coagulating power of positive ion decreases in the order. അലൂമിനിയത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ വാലൻസി അലൂമിനിയമാണ്. സോ അലൂമിനിയം ആയിരിക്കും ഏറ്റവും ഗ്രേറ്റർ ആയിട്ട് ഇതിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ ബേരിയം, ദെൻ സോഡിയം. പോസിറ്റീവ് സോൾ ഓഫ് ഫെറിക് ഹൈഡ്രോക്സൈഡിനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് FeCN6 4- PO4 അങ്ങനെ ഒരു രീതിയിൽ പോകും. ഓക്കെ, so Al+3 ions is 9 times more effective than Na+ in flocculating negatively charged salt. Okay, ഇനി എന്താണ് മിനിമം കോൺസെൻട്രേഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് വിച്ച് ഈസ് റിക്വയർഡ് ടു കോസ് ഫ്ലോക്കുലേഷൻ, അതിനെയാണ് നമ്മൾ ഫ്ലോക്കുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ എത്ര മിനിമം കോൺസെൻട്രേഷനിൽ നമുക്ക് ഫ്ലോക്കുലേഷൻ നടത്താം, അതിനെയാണ് നമ്മൾ ഫ്ലോക്കുലേഷൻ വാല്യൂ എന്ന് പറയുന്നത്. സ്മോളർ ദ ഫ്ലോക്കുലേഷൻ വാല്യൂ, ഹയർ ദ പ്രസിപ്പിറ്റേറ്റിംഗ് പവർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഫ്ലോക്കുലേഷൻ വാല്യൂസ് കൊടുത്ത ഒരു ചാർട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അഡീഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഒരു മെത്തേഡ് ബൈ മിക്സിംഗ് ഓഫ് 2 ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസ്. ഇതും തമ്മിൽ കൂടുതൽ വ്യത്യാസമൊന്നുമില്ല, എന്നാലും എന്താണ്, 2 ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ
mixed together in suitable positive particle of one soul are attracted towards by the negative particles of other soul. So അത് മ്യൂച്വൽ അഡ്സോർപ്ഷനിലേക്ക് പോകും ആൻഡ് precipitation നടക്കും. ഓക്കെ. പിന്നെ ബൈ ബോയിലിംഗ് സോൾട്സ് ലൈക്ക് സിൽവർ ഹാലൈറ്റ്സ് വാട്ടറിൽ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കൊയാഗുലേറ്റഡ് ബൈ ബോയിലിംഗ് ഇൻക്രീസ്ഡ് കാരണം എന്താണ് വാട്ടർ മോളിക്യൂൾസ് ബോയിൽ ചെയ്യുമ്പോൾ എന്താണ് വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഇൻക്രീസ്ഡ് കൊളീഷൻസ് നടക്കും. കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ അബ്സോർബ്ഡ് ഇലക്ട്രോലൈറ്റ് റിമൂവ് ചെയ്യപ്പെടും. ഓക്കെ. അപ്പോൾ പാർട്ടിക്കിൾസ് ചാർജ് ലൂസ് ചെയ്യും, സെറ്റിൽ ഡൗൺ ചെയ്യും. മെക്കാനിക്കൽ മീൻസ് വഴിയാകാം, പ്രൊലോങ്ഡ് ഡയാലിസിസ് വഴിയാകാം, കുറേ നേരം ഡയാലിസിസ് നടത്തി കഴിഞ്ഞാൽ. ഓക്കെ. ട്രേസസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആർ എസെൻഷ്യൽ ടു ദ സ്റ്റെബിലിറ്റി ഓഫ് കൊളോയിഡൽ സിസ്റ്റം ഇഫ് ദ ഡയാലിസിസ് ആർ സബ്ജക്റ്റഡ് ടു പ്രൊലോങ്ഡ് ഡയാലിസിസ്. അപ്പോൾ ട്രേസസ് ഓഫ് ഇലക്ട്രോലൈറ്റ് അസോസിയേറ്റഡ് വിത്ത് കൊളോയിഡൽസ് ഓൾസോ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊളോയിഡൽ സിസ്റ്റത്തിൻ്റെ കൂടെയുള്ള ഇലക്ട്രോലൈറ്റ്സ് കൊളോയിഡൽ സിസ്റ്റത്തിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ്സും കൂടി പാസ് ഔട്ട് ചെയ്ത് ഡയാലൈസറിലൂടെ പോകും. അപ്പോൾ കൊളോയിഡ്സ് അൺസ്റ്റേബിൾ ആകും. ഓക്കെ. നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. ഇതൊരു ടേം ആണ്, പ്രൊട്ടക്ഷൻ ഓഫ് കൊളോയിഡ്സ്. അൺസ്റ്റേബിൾ ലയോഫോബിക് കൊളോയിഡ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേബിൾ ചെയ്യാൻ പറ്റും ബൈ ആഡിങ് എ ലിറ്റിൽ ഓഫ് ലയോഫിലിക് കൊളോയിഡ്സ്. ഓക്കെ. ആൻഡ് ദ പ്രോസസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ ലയോഫോബിക് കൊളോയിഡൽ സൊല്യൂഷൻ ഫ്രം പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേറ്റ് ആകാതെ, കാരണം അവർ പ്രസിപ്പിറ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ അൺസ്റ്റേബിൾ ആയിപ്പോവും. അവരെ സ്റ്റേബിളായിട്ട് നിർത്തുന്നതാണ് പ്രസിപ്പിറ്റേഷൻ ആകാതിരിക്കുക എന്ന് പറയുന്നത്. സോ എന്താണ് അതാണ് അവിടെ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത്. ഡ്യൂ ടു ദ പ്രീവിയസ് അഡീഷൻ ഓഫ് ലയോഫിലിക് ലയോഫിലിക് കൊളോയിഡ് നമ്മൾ പ്രീവിയസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഇതൊന്ന് പ്രസിപ്പിറ്റേഷൻ ഒഴിവാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിറ്റിൽ ജെലാറ്റിൻ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആണ് ജെലാറ്റിനെ പറയുന്നത് ടു ഗോൾഡ് ഹൈഡ്രോസോൾ ലേറ്റർ ഡസ് നോട്ട് ഗെറ്റ് പ്രസിപ്പിറ്റേറ്റഡ് ഓൺ ആഡിങ് NaCl സൊല്യൂഷൻ. ഹൈഡ്രോസോളിൽ നമ്മൾ ഗോൾഡ് ഹൈഡ്രോസോളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ആഡ് ചെയ്യുന്നു, ജെലാറ്റിൻ ആഡ് ചെയ്യുന്നു. അത് പ്രൊട്ടക്റ്റീവ് കൊളോയിഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ NaCl ആഡ് ചെയ്ത് കൊടുത്താലും എന്ത് ചെയ്യില്ല, ഗോൾഡ് ഹൈഡ്രോസോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. അങ്ങനെ. ദെൻ ഗോൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ദാറ്റ് വിൽ ജസ്റ്റ് പ്രിവെൻറ്റ് ദ കൊയാഗുലേഷൻ ഓഫ് 10 ml ഓഫ് ഗോൾഡ് സോൾ ആൻഡ് ആഡിങ് just ഒരു 10 ml of gold salt on addition of 1 ml of 10% sodium chloride. 10% sodium chloride 1 ml 10% sodium chloride ആഡ് ചെയ്യുമ്പോൾ എന്താണ് എത്ര മില്ലിഗ്രാംസ് ഓഫ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആണ് നമ്മളുടെ കൊയാഗുലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അത് നമ്പറാണ്. ഓക്കെ. കൊയാഗുലേഷൻ ഓഫ് ഗോൾഡ് സോൾ നമുക്ക് എങ്ങനെ അറിയാനായിട്ട് പറ്റും? ഇറ്റ്സ് എ കളർ ചേഞ്ച് ഫ്രം റെഡ് ടു ബ്ലൂ വെൻ ദ പാർട്ടിക്കിൾ സൈസ് ജസ്റ്റ് ഇൻക്രീസസ്. ഓക്കെ.